അപ്പോൾ ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിൽ പോയി. നമ്മൾ പറഞ്ഞതാണ്. അതെ, നമ്മൾ പറഞ്ഞതാണ്. ഈ ശരീരത്ത് ആരോ കയറിയിട്ടുണ്ട്. ശരീരത്തില്ല, കൂടെ ഉണ്ട്. ഇത് കാണാത്തവരുവാണെങ്കിൽ ആ ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് പോയി വന്ന് കണ്ടിട്ട് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓജോ ബോർഡ് ഇതെങ്ങനെയാണ് കൂടെ ഉണ്ടായത് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഓജോ ബോർഡിലേക്ക് പോവുകയാണ്. ഓജോ ബോർഡ് കളിക്കുന്നു. അപ്പോൾ അതാണ് ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയത്. എൻ്റെ മൊബൈൽ ഫോണിൽ ആ പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ, പാരാസൈക്കോളജിസ്റ്റിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു സന്ദേശം വന്നു. ആ സന്ദേശം പുരുഷന്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദം വന്നു. ആ ശബ്ദം വന്ന ശേഷം ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്ന് ജോർജ് മാത്യു സാറും ഞാനും അടക്കം ഞാൻ അറിയാതെ ഒരു അന്വേഷണം സാറ് നടത്തി. അതിനുശേഷം ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരെയൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് സംസാരിപ്പിച്ചു. പക്ഷെ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഓജോ ബോർഡിലേക്ക് തിരിഞ്ഞു. ഇതെങ്ങനെയാണ് ഈ ശബ്ദം വന്നത്? ഞാനും സാറും കൂടെ അവിടെ ഇരുന്നപ്പോൾ ഓജോ ബോർഡ് സാറ് പറഞ്ഞു ഓജോ ബോർഡ് ഇവിടെ ഉണ്ട്. അപ്പം ഞാനാണ് പുള്ളിയോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓജോ ബോർഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത്. ഈ മൊബൈൽ ഫോണിൽ ഞാൻ അറിയാതെ ഞാൻ അപ്പോൾ ചേട്ടനോട് പറഞ്ഞു എൻ്റെ മൊബൈൽ ഫോണിൽ ഫ്ലൈറ്റ് മോഡ് ഇട്ടേക്കായിരുന്നു, ഒരു കോൾ വരാൻ സാധ്യതയില്ല, മൊബൈൽ ഫോൺ സൈലൻ്റ് ആയിരുന്നു, കംപ്ലീറ്റ് വോയിസും ഡൗൺ ആയിരുന്നു, 100% ചാർജ് ആയിരുന്നു. ഈ ശബ്ദം മൊബൈൽ ഫോണിൽ നിന്ന് വന്ന ശേഷം ചുറ്റുമുള്ള ആരുടെ കയ്യിലും മൊബൈൽ ഫോണില്ല, കൂടെയുള്ള ആൾക്കാരൊക്കെ ഈ വോയിസ് കേട്ടിട്ടുണ്ട്. ഈ ശബ്ദം മൊബൈൽ ഫോണിൽ നിന്ന് വന്ന ശേഷം ഇത് ആരുടെ ശബ്ദമാണ്? എനിക്ക് പരിചയമില്ലാത്തൊരു ശബ്ദമാണ്. ഞാൻ ആ ശബ്ദം ക്ലിയർ ആയിട്ട് കേട്ടതാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്നെ തകർക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ അതിനു മുമ്പേ നിന്നെ ഞാൻ തകർക്കുമിടാം, അത്തരത്തിലുള്ള ഒരു വോയിസ് ആയിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഓജോ ബോർഡിലേക്ക് കളിക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ എന്നോട് ഓജോ ബോർഡ് അവിടെ എടുത്തു വച്ചു. അപ്പം നമ്മൾ ഈ വിശ്വാസം അനുസരിച്ച് ഞാൻ ഈ ഓജോ ബോർഡൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഈ അപരിചിതൻ എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ഈ കളിക്കണ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ബാഡ് സ്പിരിറ്റ്, ഈവിൽ സ്പിരിറ്റ്, മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് പുച്ഛമാണ്. എനിക്കിപ്പോഴും പുച്ഛമാണ് എന്ന് പറഞ്ഞാൽ ഓജോ ബോർഡ് അങ്ങനെയുള്ളൂ. കാരണം ഞാനൊരു അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നേ ഇല്ല. എനിക്കിതൊക്കെ കാണുമ്പോൾ അട്ടർ ബ്ലണ്ടർ നോൺസെൻസ് ആയിട്ടാണ് തോന്നുന്നത്. ആ സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് അതേ നിലപാടായിരുന്നു. അപ്പം ഞാൻ ഈ ഓജോ ബോർഡ് എടുത്ത് പുള്ളി ഇങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലൊന്നും ഇതൊക്കെ പിന്നെ ഞാൻ എപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് ഇത് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും റീസൺ കാണും ഇതിന്. മനസ്സിലായി? ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വരണമെങ്കിൽ കാന്തിക തരംഗങ്ങൾ അതുവഴി ഇതുവഴി കയറി കുറച്ചെന്നൊക്കെ പറഞ്ഞ് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു റീസൺ കാണും. അപ്പോൾ പുള്ളി ഓജോ ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ശരി എങ്കിൽ എടുത്ത് വെച്ചോളൂ, ഒരു മനസ്സിലൂടെ എടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓജോ ബോർഡിൻ്റെ പുള്ളിയുടെ ബാൽക്കണിയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഓജോ ബോർഡ് വെച്ചത്. അപ്പോൾ ഓജോ ബോർഡിൻ്റെ അവിടെ ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെച്ചു. കൈ ഇങ്ങനെ ഒരു കോയിൻ ഉണ്ട് അതിന്. ഓജോ ബോർഡ് നല്ല രസമാണ്. സിനിമ കാണുന്ന പോലെ ഒന്നുമല്ല, മെഴുകുതിരി ഒന്നും വെച്ചിട്ടില്ല. ഒരു സന്ധ്യ സമയമായിരുന്നു. ആ സമയത്ത് ഓജോ ബോർഡ് അതിൽ വെച്ചു. ഇത് രണ്ടാമത്തെ തവണ ഞാൻ പറഞ്ഞ ആദ്യത്തെ തവണ പോയപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായി, രണ്ടാമത്തെ തവണ ഫ്രണ്ട്സുമായിട്ട് പോയി, മൂന്നാമത്തെ തവണ അതിൽ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അയാളുടെ കൂടെ പോയിട്ടാണ് ഞാൻ ഈ കൈ ഇതിൽ ഇങ്ങനെ വയ്ക്കുന്നത്. ഈ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ ഈ കണ്ടിരിക്കുന്ന സംഭവം തോന്നുക ഈ കൈ വയ്ക്കണ്ട, ഈ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അനങ്ങുമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓജോ ബോർഡ്. പക്ഷെ അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കൈ വെക്കണം. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഓജോ ബോർഡിൽ കൈ വെക്കണം. കൈ വെച്ചിട്ട് ഈ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നൊന്നും പറയണ്ട, അങ്ങനെയൊന്നും പറയണ്ട. നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ മാത്രം മതി. അങ്ങനെ മനസ്സിലൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ ഒരാൾ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ കൈ. അപ്പം എനിക്ക് അട്ടർലി അതുകൂടെ കേട്ടപ്പോൾ എനിക്കിത് അട്ടർ നോൺസെൻസ് ആയിട്ട് തോന്നി. നടക്കില്ല, ഈ സംഭവം നടക്കില്ല, നടക്കാനായിട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈ വെച്ചു. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ധനുഷ് ഒരു കാര്യം ചെയ്യും, നമുക്കൊരു സ്പിരിറ്റിനെ തന്നെ സമീപിക്കാം എന്ന് പറഞ്ഞു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് ധനുഷിൻ്റെ മനസ്സിൽ വിശ്വാസമില്ല എന്നല്ലേ പറയുന്നത്, പക്ഷെ ഇങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വെറുതെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞ് കൈ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. ഒരു നടക്കുന്നില്ല, സംഭവം നടക്കുന്നില്ല. ഞാൻ അപ്പോൾ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സാറേ ഞാൻ ഇത് ആദ്യം കളിച്ച് ജയിച്ചതായിട്ടോ ഇത് നടക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല, എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്കിതിൽ ഇപ്പോഴും വിശ്വാസമില്ല, നേരത്തെയും വിശ്വാസമില്ലായിരുന്നു ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ശരി എനിക്ക് കൈ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചീറ്റിപ്പോയല്ലോ, എനിക്ക് സന്തോഷമായപ്പോൾ ചീറ്റിപ്പോയല്ലോ, സന്തോഷമായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരനുണ്ട്, അവൻ വലിയ ദൈവവിശ്വാസിയാണ്. സാറ് പറഞ്ഞു ഇയാൾ കൈ വയ്ക്കാൻ പറഞ്ഞു. അവൻ അവിടെ ഇരുന്നു, അവൻ കൈവച്ചു. അവൻ കൈവച്ചിട്ട് അവൻ ദൈവവിശ്വാസിയാണ്, സ്വാഭാവികമായിട്ടും കുറച്ച് ചപലതയുള്ള ഒരു മനസ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അവൻ കൈവച്ചിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, അനങ്ങി. അവൻ്റെ കൈ എന്താ പറഞ്ഞു ഗുഡ് സ്പിരിറ്റ് അങ്ങനെ തന്നെ പറഞ്ഞു. അവൻ്റെ കൈ അനങ്ങി. അവൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നു.
ഞാൻ പറഞ്ഞിട്ടാ കുട്ട എന്ത് പറ്റിയടാ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. ഇങ്ങനെ വിറയ്ക്കുന്നു, അവ ഒന്നും മിണ്ടുന്നില്ല. അവൻ ഇങ്ങനെ വിറച്ചിട്ട് അവൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യെസ് നോ അതിലോട്ടൊക്കെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് കൈ, മനസ്സിലല്ലേ? ഞാൻ പറഞ്ഞു എന്താ നിനക്കുണ്ടായ ഫീൽ എന്താ? അപ്പൊ പറഞ്ഞ അവൻ ഇങ്ങനെ വേർക്കുന്നു. എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല സംഭവം. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം സാർ അവിടെ ഇരുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് പുള്ളിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സാറ് ചോദിക്കുന്നുണ്ട്. അപ്പം യെസ് നോ, നിങ്ങൾ പുരുഷനാണോ? യെസ് ആണെന്ന് പറയുന്നു. സ്ത്രീ ആണോ എന്ന് ചോദിച്ചു, നോ. അപ്പം അടുത്ത നമ്മളെ ചോദ്യം പുരുഷനാണോ എന്നല്ലേ? നോ. അല്ല യെസ് അതിൽ കൊണ്ടുവച്ചു കൈ. അപ്പം പിന്നെ ചോദിച്ചു ഇതെന്താണ് ഈ സംഭവം ഇങ്ങനെ വരാൻ, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ധനുഷിന് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അതിന് മറുപടി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകത്തില്ല. ശരി, മറുപടി ഇല്ലെങ്കിൽ വേണ്ട, ഇതൊരു സ്പിരിറ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ സൈഡിലോട്ട് വന്നിട്ട് നോ എന്ന് കാണിച്ചു. സ്പിരിറ്റ് അല്ല എന്ന് കാണിച്ചു. ഇത് ആത്മാവും അതൊന്നും അല്ല എന്ന് കാണിച്ചു. പിന്നെ ഇതെന്താണ്? ഇയാൾക്ക് വൈരാഗ്യമുള്ള ആരുടെയെങ്കിലും സട്ടിൽ വോയിസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ അതീവ വൈരാഗ്യമുള്ള ഒരാളുടെ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയ്ക്ക് ഒരു പവർ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആ ചിന്ത എന്താണ്, ഇവനെ കൊല്ലണമെന്നോ തല്ലണമെന്നോ ആഗ്രഹമുള്ള ആൾക്കാരുടെ ഏതെങ്കിലും വഴി വന്നതാണോ എന്ന് ചോദിച്ചാൽ യെസ് അങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ വീണ്ടും ആ ഓജോ ബോർഡിൽ അയാളുടെ പേര് ചോദിച്ചു. ഒരു പേര് കാണിച്ചു അതിൽ, പക്ഷെ ആ പേര് ഞാൻ പറയുന്നില്ല. പരിചയമുള്ള ആളാണ്, പരിചയമുള്ള ഒരാളുടെ പേരാണ്. ഞാനുമായിട്ട് കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ്. പ്രശ്നമുള്ള ഒരാൾ തന്നെയാണ്. ബന്ധുവൊന്നുമല്ല, എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ഫ്രണ്ടാണ്. പക്ഷെ ഞാനും അവനും കുറച്ച് ശത്രുതയിലായി പിന്നീട്. അങ്ങനെയുള്ള ഒരാളുടെ ഒരു ഇതാണ്. പക്ഷെ പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരന്. ഞാനുമായിട്ട് കുറച്ച് എന്താണ് ഒരു ശത്രുതയിൽ ആ സമയം പറഞ്ഞാൽ ചെറിയ കാര്യവും ഭീകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല, ശത്രുതയിലായി. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ അയാളുടെ പേര് കാണിച്ചു. ആ പേര് കാണിച്ചപ്പോൾ ആ സമയത്ത് എനിക്കൊരു കിടുങ്ങലുണ്ടായി. ആ സമയത്ത് ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേര് കാണിച്ചപ്പോൾ അങ്ങനെ എനിക്കൊരു കിടുങ്ങലുണ്ടായി. ഞാൻ പിന്നെ ഇപ്പം എനിക്കിങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റൂട്ട് കോസ് ബേസിക്കലി തേടി പോകുന്ന ഒരാളാണ്. ഈ ഓജോ ബോർഡ് എന്താണ്, ഓജോ ബോർഡിൻ്റെ ഒരു മാനറിസം, മെക്കാനിസം എങ്ങനെയാണ് എന്നൊക്കെയുള്ള അതിൻ്റെ റൂട്ട് കോസ് ഞാൻ ഉറപ്പായിട്ടും തേടിപ്പോകും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു വിഷയം എവിടെയെങ്കിലും നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട് നിൻ്റെ കൂടെ സംസാരിച്ചാൽ ഭ്രാന്തായി പോകുന്നു. കാരണം അവർ ചോദിക്കുന്ന കാര്യങ്ങളെ ഞാൻ കീറി മുറിച്ച് അകത്തോട്ട് കയറിപ്പോകും. ഒരു ചോദ്യം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചതിനെ കീറി മുറിക്കും. എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ, എന്നിട്ട് അത് അതിന്റെ ഉത്ഭവസ്ഥാനമുണ്ട്. ആ ഉത്ഭവസ്ഥാനത്തിൽ നമ്മൾ കയറി പിടിക്കും. എങ്കിൽ മാത്രമേ എനിക്കൊരു എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു പിക്ചർ കിട്ടും, എന്താണ് സംഭവം. ഒരു വിഷയത്തെ സമീപിച്ചാലും അങ്ങനെ ശരി തന്നെയാണ്. ഞാൻ എൻ്റെ പരിപാടികൾ എടുക്കുന്നതും അങ്ങനെയാണ്. റൂട്ടിൽ നിന്നാണ് മുകളിലോട്ട് തുടങ്ങി വരുന്നത് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് തുടങ്ങിയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് ഈ ഓജോ ബോർഡ് ഞാൻ കുറച്ച് അറിയണം എന്ന് തോന്നി. ഞാൻ ജോർജ് മാത്യു സാറിനെ തന്നെ സമീപിച്ചു. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവൻ്റെ കൈ ഇങ്ങനെ, ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ പുള്ളിയുടെ ആ വീഡിയോ പുറത്തൊന്നും വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് സയൻറ്റിഫിക്കലി ഒരു റീസൺ പറഞ്ഞു. അത് വളരെ കൺവിൻസിങ് ആയിരുന്നു കേട്ടോ. ഈ പ്രേതവും ഭൂതവും കാര്യവും ഒന്നും ഉള്ളതല്ല അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്ന് പറയുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്ന് പറയുന്നത് ഓജോ ബോർഡിൽ പ്രവർത്തിക്കുന്നത് ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. ഇഡിയോ മോട്ടോർ എഫക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്കൊരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം സംഭവിച്ചിരിക്കും. നിങ്ങൾക്കൊരു കാര്യത്തിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ വിശ്വാസമില്ലാത്ത കാര്യം സംഭവിക്കത്തുമില്ല. ഓജോ ബോർഡിൽ ബേസിക്കലി എനിക്ക് വിശ്വാസമില്ല. എൻ്റെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഓജോ ബോർഡ് എന്താണ്, ഒരു പാഴാണെന്നാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ കൈവയ്ക്കുമ്പോൾ എനിക്കത് ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. മറിച്ച് ദൈവവിശ്വാസം, അങ്ങേയറ്റം ദൈവവിശ്വാസമില്ല, പ്രേതത്തിലും ഭൂതത്തിലും വിശ്വാസം വേണം. അങ്ങനെ വിശ്വാസമുള്ള, എൻ്റെ ചുറ്റും ഇങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന, സദാസമയം എന്നെ ഒരാളെ നിരീക്ഷിച്ചിരിക്കുന്നുണ്ട്, മനസ്സ് കുറച്ചുകൂടെ വൾണറബിൾ ആയിട്ടുള്ള, ഗള്ളിബിൾ ആയിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ വന്നിട്ട് അതിൽ കൈവയ്ക്കുമ്പം സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, ആകും എന്ന് പറഞ്ഞാൽ അവരിൽ വർക്ക് ചെയ്യും. ചപലത ഇല്ലാത്ത മനസ്സുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ, അങ്ങനെയുള്ള ആൾക്കാർ, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരിൽ അത് വർക്ക് ചെയ്യും. അത് ഇഡിയോ മോട്ടോർ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഫിനോമെനൻ ദാറ്റ് കോസസ് പീപ്പിൾ ടു മേക്ക് അൺകോൺഷ്യസ് മൂവ്മെന്റ്സ്
കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഒന്നുകൂടെ പറയാം. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ ദാറ്റ് കോസസ് പീപ്പിൾ ടു മേക്ക് അൺകോൺഷ്യസ് മൂവ്മെന്റ്സ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, അവർ പോലും ആ സമയത്ത് മനസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഈ വിശ്വാസത്തിൻ്റെ പിടിയിലായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ബലിക്കുകയാണ്, വേറെ ഒന്നും എൻ്റെ ചുറ്റുമില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ തന്നെ. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ പേഴ്സൺസ് എക്സ്പെക്ടേഷൻസ്, പ്രീ കോൺസെപ്ഷൻസ് ഓർ സജസ്റ്റിബിലിറ്റി കോസ് സ്മോൾ അൺകോൺഷ്യസ് മോട്ടോർ മൂവ്മെന്റ്സ്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പം പുള്ളി എന്നോട് ചോദിച്ചു, ധനുഷ്, നമ്മൾ ഈ സ്വാഭാവികമായിട്ടും എനിക്ക് ജോണേട്ടനോട് ശത്രുത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെയുള്ള എഡിറ്ററായിട്ടുള്ള നന്ദുവിനോട് പറയും, എടാ എനിക്ക് അങ്ങനെ പിടിക്കുന്നില്ലടാ. അപ്പം നന്ദു സ്വാഭാവികമായിട്ടും ജപതയുള്ളൊരു മനുഷ്യനാണെങ്കിൽ നന്ദു ഇതിൽ കൈയെടുത്ത് വയ്ക്കുമ്പോൾ നന്ദു വിചാരിക്കും, മൈൻഡ് അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായി, അപ്പോൾ ഇവൻ അത് കണ്ട് പേടിച്ചിരിക്കുകയാണ്, എനിക്കൊന്നും തോന്നുന്നില്ല, അപ്പോൾ ഇനി ഓജോ ബോർഡ് കളിക്കാമെന്ന് പറഞ്ഞെടുക്കും. പുള്ളിക്കാരൻ കൈ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരെ താങ്കളുടെ പേര് എഴുതി കാണിക്കും. അത് പുള്ളിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറമേ നിന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള ഓജോ ബോർഡിന്റെ റീസൺ എന്ന് പറയുന്നത്. അത് ജോർജ് മാത്യു സാർ എന്നോട് വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും എന്നോട് ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇഡിയോ മോട്ടോർ ഫോഴ്സ് ആണ്, അല്ലാതെ ഇതിനകത്തൊന്നും. അതാണ് ഓജോ ബോർഡിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഈ ഇഡിയോ മോട്ടോർ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം വർക്കൗട്ട് ആവണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു അന്തരീക്ഷം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഇരുട്ടുമുറിയിൽ ഇരിക്കുക. ഇരുട്ടുമുറിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഭയം കീഴടക്കാനുള്ള ഇത് കൂടുതലാണ്, അതിൻ്റെ തോത് കൂടുതലാണ്. പോരാത്തതിന് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക, ഒരു പാവയെ വയ്ക്കുക, ഒരു ഇത് വയ്ക്കുക, രണ്ട് ഇതൊക്കെ കമത്തി വയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിനെ ഈ പറയുന്ന ഫോഴ്സുകൾ കീഴടക്കാനുള്ള ഇത് നമ്മുടെ ഉള്ളിൽ. പക്ഷേ അതേസമയം ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ആ ഇരുട്ടുമുറിയിൽ വന്ന് ഇരുന്നാൽ പോലും എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അയാൾ കൂളായിട്ട് എണീച്ച് പോവുക മാത്രമേ ഉള്ളൂ. ഇത് ചില ആൾക്കാർക്ക് അങ്ങനെ വർക്കൗട്ട് ആകത്തുള്ളൂ. വർക്കൗട്ട് ആകുമ്പോഴും അവരുടെ ജീവിതത്തിൽ അൺകോൺഷ്യസ് ആയിട്ട് അവരുടെ ഉപബോധ മനസ്സിൽ ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം ഞാൻ ജോണേട്ടനോട് പറയുന്നതും ജോണേട്ടൻ എന്നോട് പറയുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ഉപബോധ മനസ്സിൽ സേവ് ആവുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറന്നു പോകുമെങ്കിലും അത് അവിടെ ഉണ്ട്. അത് പുറത്ത് ചില സമയങ്ങളിൽ സ്വപ്നങ്ങളായിട്ട് വരും. ഈ സ്വപ്നങ്ങളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട്, ജോണേട്ടൻ ആ ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവം നമ്മൾ എവിടെയോ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത് നമ്മളോട് പണ്ട് ആരെങ്കിലും പറഞ്ഞതായിരിക്കും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ആ ബോധമേ കാണത്തില്ല, ഉപബോധ മനസ്സിൽ ഇത് കിടക്കും. ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഈ സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് വാരി വെതറുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത്. പല ആൾക്കാരും അതിനെ പ്രേതം, ഭൂതം എന്നൊക്കെ ഉള്ള രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ, ഇത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്, സ്ട്രിക്ട്ലി പേഴ്സണലാണ്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ അത്തരത്തിലുള്ള സംഭവമല്ല. ഞാൻ ഇതിൻ്റെ പൊട്ടും പൊടിയും തേടി പോയപ്പോഴും ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇഡിയോ മോട്ടോർ ഫോഴ്സ്, പ്യൂർലി സയന്റിഫിക് ആണ്. ആ ഫോഴ്സ് കാരണമാണ് ഇതുണ്ടായത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ എങ്കിലും ആ ശബ്ദം എങ്ങനെ വന്നു എന്നുള്ളതിന്റെ സയന്റിഫിക് റീസൺ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ശാസ്ത്രത്തിന് അതീതമായ ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം. എല്ലാം ശാസ്ത്രത്തിന് മീതെ നിൽക്കുന്ന ചില സാധനങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പോഴും പിടികിട്ടി. നമുക്ക് ജോണേട്ടന്റെ ആ പ്രേതകഥ കൂടെ കേൾക്കണം കേട്ടോ. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം.